മലയാളികളോട് ബിജിപാലിനെക്കുറിച്ച് പറയാൻ ഒരു മുഖവുരയുടെ ആവശ്യമില്ല. അത്രയേറെ മനോഹരമായ ഗാനങ്ങളാണ് അദ്ദേഹം മലയാളം ഗാനശാഖയ്ക്ക് സമ്മാനിച്ചത്. നസ്രാണിയിലും റോക്ക് ആൻഡ് റോളിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ശ്രീനിവാസൻ സിനിമ അറബിക്കഥയിലൂടെയാണ് മലയാളികൾ ബിജിപാലിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഒരിക്കലെങ്കിലും മൂളാത്തവരും കുറവായിരിക്കും. 17 വർഷത്തെ സിനിമായാത്രയ്ക്കിടെ 200-നടുത്ത് ഗാനങ്ങൾ അദ്ദേഹം നൽകിക്കഴിഞ്ഞു. സംഗീതം സംവിധാനം ചെയ്തതിനേക്കാൾ കൂടുതൽ ബിജിപാൽ സിനിമകൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുണ്ട്. കളിയച്ഛൻ സിനിമയ്ക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ദേശീയതലത്തിൽ വരെ അംഗീകരിക്കപ്പെട്ട സംഗീത സംവിധായകൻ കൂടിയാണ് താരം. സംഗീതം പോലെ തന്നെ ബിജിപാലിന്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒന്നാണ് കുടുംബം. സംഗീതം പോലെ തന്നെ അത്രമേൽ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതാണ് പ്രിയപത്നിയും മക്കളും. മരണം കൊണ്ട് വേർപെട്ടുപോയെങ്കിലും അദ്ദേഹത്തിന്റെ സജീവ സാന്നിധ്യമായി എപ്പോഴും ഭാര്യ ശാന്തിയുണ്ട്. ബിജിപാലിനെ സ്നേഹിക്കുന്നവർക്കെല്ലാം ഒരു ഷോക്കായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അപ്രതീക്ഷിത മരണം. മസ്തിഷ്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയവെ 2017-ലാണ് ശാന്തി ബിജിപാൽ അന്തരിച്ചത്. ബിജിപാലിന് സംഗീതത്തിലാണ് പ്രാവീണ്യമെങ്കിൽ ശാന്തിക്ക് ജീവവായു നൃത്തമായിരുന്നു. നൃത്തരംഗത്ത് സജീവമായിരുന്ന ശാന്തി കുഞ്ചാക്കോ ബോബൻ സിനിമ രാമന്റെ ഏദൻ തോട്ടത്തിന് വേണ്ടി നൃത്തം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ബിജിപാൽ പുറത്തിറക്കിയ കയ്യൂരുള്ളൊരു സമരസഖാവിന് എന്ന ആൽബത്തിൽ ശാന്തി പാടുകയും അഭിനയിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഇരുവരുടെയും 23-ാം വിവാഹ വാർഷികമാണ്. അതിനാലാണ് വിവാഹിതരാകുമ്പോൾ തങ്ങളുടെ പ്രായവും 23 മാത്രമായിരുന്നുവെന്ന് ബിജിപാൽ കുറിച്ചത്. ദേവദത്ത്, ദയ എന്നിവരാണ് ഇരുവരുടെയും മക്കൾ. അച്ഛന്റെ സംഗീതവും അമ്മയുടെ നൃത്തവും മക്കൾക്കും ലഭിച്ചിട്ടുണ്ട്. നിരവധി പേരാണ് ബിജിപാലിനും ശാന്തിക്കും വിവാഹ വാർഷിക ആശംസകൾ നേർന്ന് എത്തുന്നത്. പ്രണയം ഇത്രയേറെ മനോഹരമായ ഒന്നാണെന്ന് ബിജിപാൽ സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുന്നുവെന്നാണ് ഏറെയും കമന്റുകൾ.